കൃഷ്ണേട്ടാ, ഇത് കുടിക്കും. ഇതെന്താ പാൽപ്പായസമോ? കുടിക്ക് കൃഷ്ണേട്ടാ. സാധാരണ ഉപ്പും മധുരമൊന്നും നീ എനിക്ക് അധികം തരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, എന്താ പാൽപ്പായസമൊക്കെ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല കൃഷ്ണേട്ടാ. ഇന്ന് എന്റെ പക്കപ്പിറന്നാളാ. ഓ, പക്കപ്പിറന്നാൾ. അല്ല, ഇങ്ങനെ മാസം തോറും വരുന്ന പക്കപ്പിറന്നാളിന്റെ പായസമൊന്നും ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-26 കൊല്ലം കഴിഞ്ഞു. ഇങ്ങനെയൊന്നും ആദ്യമായിട്ടാ. ഏതായാലും എന്റെ വക ഒരു പക്കപ്പിറന്നാൾ ആശംസകൾ. ഇതിനല്പം മധുരം കൂടുതലാണല്ലോ അഖില. വല്ലപ്പോഴും അല്പം മധുരമൊക്കെ ആവാം കൃഷ്ണേട്ടാ. മാത്രമല്ല, ഇന്ന് പായസം ഞാനുണ്ടാക്കിയതാ. അത് ശരി. എന്നെ ശ്രീമതി കിച്ചണിൽ കയറിയോ? എന്റെ കൃഷ്ണേട്ടന് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ പാൽപായസം തരാൻ വേണ്ടി മാത്രം. വെറുതെ അല്ല പാൽപായസത്തിന് ഒരു പ്രത്യേക രുചി. നല്ലൊരു മണവും. ഈ രുചിയും മണമൊക്കെ കണ്ടിട്ട് ഇത് നിന്റെ പക്കപ്പിറന്നാൾ പായസം തന്നെയാണോ ആഗ്ര? അതെന്താ കൃഷ്ണേട്ട അങ്ങനെ ചോദിച്ചേ? വേറൊന്നും കൊണ്ടല്ല ആഗ്ര. നല്ല ബന്ധങ്ങൾ കരിമ്പ് പോലെയാണ്. അത് വളച്ചാലും ഒടിച്ചാലും ചതച്ചാലും പിഴിഞ്ഞാലും മധുരം തന്നെയായിരിക്കും ലഭിക്കുക. എല്ലാ ബന്ധങ്ങളും കരിമ്പാവണമെന്നില്ലല്ലോ കൃഷ്ണേട്ട. അതും ശരിയാണ്. ഈ പായസം നാവിലേക്ക് വെക്കുമ്പോ എന്തോ ഒരു വാത്സല്യത്തിന്റെ രുചി, ഒരമ്മയുടെ മണം, മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരമ്മയുടെ ചേരുവകൾ ചേരുമ്പടി ചേർത്ത ഒരു രുചിക്കൂട്ട്. അതുമാത്രമല്ല, ഈ പായസം കുടിക്കുമ്പോ എങ്ങോ കളഞ്ഞുപോയ ഒരു അമൂല്യ വസ്തുവിനെ തിരികെ കിട്ടിയതിന്റെ സന്തോഷം. എന്താകല, നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ പക്കപ്പിറന്നാളിന് വേണ്ടി നീ എത്ര ദിവസം കാത്തിരുന്നു? കളഞ്ഞുപോയതിനെ കുറിച്ചുള്ള ചിന്ത, ആ നഷ്ടം നന്മയ്ക്ക് വേണ്ടിയ കൃഷ്ണേട്ട. കാരണം ആ നഷ്ടങ്ങളാ നമ്മളെ പലതും ചിന്തിപ്പിക്കുന്നത്. ആ നഷ്ടങ്ങളാ പല മാറ്റത്തിനും കാരണമാവുന്നത്. കൂടുതൽ സമയം മധുരം ആസ്വദിച്ചിരിക്കാതെ റെഡിയാവാൻ നോക്ക്. ഇന്ന് ഓഫീസിൽ പോണം. ഓക്കേ. ആന്റി, ഇതേ പായസം. ആന്റി, ആന്റി,
ഇങ്ങനെ 24 മണിക്കൂറും ചിന്തിച്ചോണ്ടിരുന്ന വല്ല സോക്രട്ടീസോ ന്യൂട്ടണോ ആയി മാറും. ആന്റി, ദേ ഈ പായസം ഒന്ന് കുടിച്ചേ. നല്ല ചൂട് പായസ. ദാ പിടിക്ക്. ആ, സത്യം പറയാലോ, നല്ല സൂപ്പർ ടേസ്റ്റാ. കുടിക്ക്. ആന്റി വെറുതെ ഓരോന്ന് ആലോചിച്ച് പായസത്തിന്റെ ടേസ്റ്റ് കളയാതെ അങ്ങ് കുടിക്ക്. പെട്ടെന്ന് കുടിക്കുന്നേ, തീർന്നു പോയാൽ ഞാൻ വേറെ എടുത്തിട്ട് വരാം. ഇതാരുണ്ടാക്കിയെന്ന് അറിയോ ആന്റിക്ക്? അഖിലാന്റി ഉണ്ടാക്കിയതാ. അതെ ആന്റി, അഖിലാന്റി രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറി ഉണ്ടാക്കിയ പായസമാ. നന്നായിട്ടുണ്ടല്ലേ? ഈശ്വരാ, ആ പെണ്ണും പിള്ളയ്ക്ക് എല്ലാം കൂടി ഒരുമിച്ചും കൊടുത്തളഞ്ഞല്ലോ. സമ്പത്തും പ്രൗഢിയും സൗന്ദര്യവും കൈപുണ്യവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പായസം ഉണ്ടാക്കിയതിന്റെ വിശേഷം എന്താണെന്ന് അറിയോ എനിക്ക്? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ പക്കപ്പിറന്നാളാ. എന്താ ആന്റി പക്കപ്പിറന്നാള്? എന്തു പറ്റി ആന്റി തുപ്പിയത്? ഇതിന് മധുരമല്ല, പരാജയത്തിന്റെ കയ്പ. എന്താ ആന്റി പറയുന്നേ? ആന്റി ഒരു കാര്യം ചെയ്യും, പോയി കോവിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. ആന്റിയുടെ രുചിയൊക്കെ പോയി. ഈശ്വരാ, ഞാൻ സമ്പർക്കവും പുലർത്തിയല്ലോ. ഡി, കഴിഞ്ഞ 10-22 വർഷമായിട്ട് ഞാൻ അഖിലയെ കാണുന്നതാ. അന്നൊന്നും ഇല്ലാത്ത പക്ക പിറന്നാൾ ഇന്ന് ആഘോഷിക്കണമെങ്കിൽ അതിനൊരൊറ്റ കാരണേ ഉള്ളൂ, മകന്റെ തിരിച്ചുവരവ്. അത് ശരിയാണല്ലോ ആന്റി, ഞാനതങ്ങ് മറന്നുപോയി. ഏതായാലും പായസം കൊള്ളാം. കുടിക്കട്ടെ പായസം അഖിലാണ്ടേശ്വരി. ഇത് അഖിലയുടെ അവസാനത്തെ മധുരം നുണയല. അടുത്തടി അടുത്തു അഖിലാണ്ടേശ്വരിയുടെ അന്ത്യം. ഇനി ഈ തൃച്ചംബരത്ത് ഇങ്ങനെ പായസം വിളമ്പാൻ പോകുന്നത് അഖിലാണ്ടേശ്വരിയുടെ പുലകുളി അടിയന്തരത്തിനാ. ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ആലോചിച്ച് വട്ടായെന്നാ തോന്നണേ. എന്തോട്ട് കാണാനില്ലല്ലോ ആന്റി. വരൂടി. അയ്യോ, ഷർട്ട് തേക്കാൻ മറന്നു. അയ്യോ മാഷേ, എന്തേ കാണിക്കണേ? ഇങ്ങെടുക്ക്, ഞാൻ തേക്കാം. സാരമില്ല കല്യാണി. വേണ്ട വേണ്ട, ഞാൻ തേക്കാം. എന്റെ കെട്ടിയോളെ, എന്റെ ഷർട്ട് ഞാൻ തന്നെ അയൺ ചെയ്യുന്നുണ്ടോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ പോയി ആ പൊതിച്ചോറ് റെഡിയായി നോക്ക്. അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. ദേ, ഷർട്ട് വൃത്തിയായിട്ട് തേക്കണം കേട്ടോ. ഓ കല്യാണി. ആ, ദാ വരണു. പോവാം. വാ.
ദേ ആര്യപുത്രൻ ഇറങ്ങി. വട്ടമഹിഷിയും കൂടെ ഉണ്ടല്ലോ. പട്ടമഹിഷിയോ? അതെന്ത് മഹിഷി? മഹാരാജാവിന്റെ ഇഷ്ടസഖി. കഴിക്കാൻ മറക്കല്ലേ മാഷെ. സത്യം പറഞ്ഞ ഇപ്പൊ ജോലിക്ക് പോകുന്നതിന്റെ നിന്റെ ഈ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി മാത്രമാ. എങ്ങനെയെങ്കിലും ഒന്ന് ഉച്ചയാവാൻ വേണ്ടി കാത്തിരിക്കും. ബ്രേക്ക് ടൈം ആയ ഡൈനിങ് ഹാളിലേക്ക് ഒരു ഒറ്റ ഓട്ടോ. എന്നിട്ട് ഈ പൊതിച്ചോറൊക്കെ അങ്ങോട്ട് നിവർത്തുമ്പോ ഉണ്ടാവുന്നൊരു മണമുണ്ടല്ലോ. ആ വാടിയിലയുടെയും ചമ്മന്തിയുടെയും മുട്ട പൊരിച്ചതിന്റെയും. എന്നിട്ട് ആ ചമ്മന്തി കൂട്ടിക്കൊഴിച്ച് ഒരു ഉരുളയിങ്ങ എടുത്ത് ആ അച്ചാറും ഒന്ന് തൊട്ട് നക്കുമ്പോഴുള്ളൊരു സ്വാദുണ്ടല്ലോ. എന്റെ കല്യാണി. എന്റെ മാഷെ, മാഷ് ഇപ്പോഴാ ഇങ്ങനെയൊക്കെ കഴിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാ ഇത്രയും വലിയ വർണ്ണന. ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴേ ഇങ്ങനെ കഴിച്ചിരുന്നത്. അതുകൊണ്ട് പൊതിച്ചോറിന്റെ മഹത്വം പറഞ്ഞ് സമയം കളയാതെ വേഗം പോവാൻ നോക്ക്. എന്നാ ശരി, പോയിട്ട് വരാം. അങ്ങനെ ആയിക്കോട്ടെ. മഹാരാജാവ് വാർക്കപ്പണിക്ക് പോകുന്ന പോലെയാണല്ലോ പോകുന്നത്. ആ പാട്ട സ്കൂട്ടറിൽ കയറിയ സെപ്റ്റിക് ആയില്ല ആന്റി. ഒയ്യോ, കളിയാക്കല്ലേ. ഔട്ടോസ് മഹാരാജാവിന്റെ സ്വർണ്ണരേത്തോ അല്ലേ അത്? പട്ടമഹിഷി കൊടുത്ത പൊതി എന്താ ആന്റി? അത് റേഷൻ അരി ചോറും ചമ്മന്തി ആയിരിക്കും. ശ്ശോ, ഈ തറവാടിനെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുക അവനും അവളും കൂടെ. ഈശ്വരാ, ആ പാട്ട വണ്ടി സ്റ്റാർട്ടാവാതിരുന്നെങ്കി. നീ വാ. ആ ഞങ്ങളിത് ഇറങ്ങി ഒരു 10 മിനിറ്റ്. ആ പിന്നെ പോകുന്ന വഴിക്ക് ബൈപ്പാസ് റോഡിനടുത്ത് പണിയെടുക്കുന്ന ഞങ്ങളുടെ വെയർ ഹൗസിലോട്ടൊന്ന് കയറണം. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും. ആ ഞങ്ങൾ ഇറങ്ങുക. ഓക്കെ ശരി. അഖില, ഇന്ന് സ്റ്റാഫൊക്കെല്ലാം നിന്റെ വക സ്പെഷ്യൽ ട്രീറ്റ് ഏർപ്പാടായിട്ടുണ്ടല്ലേ? അതെ കൃഷ്ണേട്ട, ബിസിനസ് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് അവർ അഹോരാത്രം പ്രയത്നിച്ചിട്ടാ. അത് നിലനിർത്തി പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് കൃഷ്ണേട്ട. അതിനവർക്കൊരു ട്രീറ്റ് കൊടുക്കണം, ഡിയും കൂട്ടി കൊടുക്കണം. ഇനി നമ്മുടെ ബിസിനസ്സിലൊരു തകർച്ചയുണ്ടായ അത് പലരും അവരുടെ വിജയമാണെന്ന് കരുതും. കൃഷ്ണേട്ടാ, മക്കളെ കണ്ടു തുടങ്ങിയതൊന്നും അല്ല നമ്മൾ ഈ ബിസിനസ്. അവരൊക്കെ തലയെടുക്കും മുമ്പ് ബിസിനസ് രംഗത്ത് സ്വന്തമായിട്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തവരാ നമ്മള്. അഖില, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. തൊഴിലാളികളുടെ മനസ്സിന്റെ തൃപ്തി ഒരു പ്രധാന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പൊ നീ പ്രഖ്യാപിക്കാൻ പോകുന്ന ഡിയും ഈ ട്രീറ്റും തൊഴിലാളികൾക്ക് സന്തോഷമാകാനോ അതോ നിന്റെ സ്വന്തം സന്തോഷത്തിനോ? സത്യം പറയാക്കല, ഇതും പക്കപ്പിറന്നാളിന്റെ ട്രീറ്റ് തന്നെ അല്ലേ? ആ കൃഷ്ണേട്ടൻ അങ്ങനെയൊക്കെ തോന്നും. എത്രയും പെട്ടെന്ന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് പുതിയൊരു ബ്രാൻഡ് അംബാസിഡറെ കണ്ടെത്തണം. ഒക്കെ ആവാകില്ല, അതിന് എടുത്തുചാട്ടം വേണ്ട. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതിയൊരു ബ്രാൻഡ് അംബാസിഡർ തിരഞ്ഞെടുക്കുന്ന വാർത്ത ബിസിനസ് ലോകത്ത് വീണ്ടും ഒരു ചർച്ചയാവും. മികച്ച അമ്മയും മകനെയും തിരഞ്ഞെടുത്ത ബിസിനസ് ലോകം അടക്കി പിടിച്ച് ചിരിക്കും. അതിനിപ്പോ നമ്മളായിട്ട് സാഹചര്യം ഒരുക്കണോ? എന്ത് സാഹചര്യം? ഇതിലും വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിട്ടും ഈ അഖിലാണ്ടേശ്വരി ആടി ഉലഞ്ഞിട്ടില്ല. ഞാൻ തോക്കൊന്നാരും കരുതുകയും വേണ്ട.
ഇവിടെ ഇരിക്കായിരുന്നു. അനികുട്ടാ, കഴിയാനുള്ള നിന്റെ തുണികളൊക്കെ ഇങ്ങെടുത്ത. അനികുട്ടാ, അനികുട്ടാ, ചേച്ചി നീ കിനാവും കണ്ടിരിക്കല്ലേ? കുറച്ച് നാളായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു മാറ്റം. നീ ആ ബയോളജി ടീച്ചറിന്റെ മകളെ സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും. അതെ, അച്ഛനില്ലാത്ത സമയത്ത് നിനക്ക് എന്തോ ആവാന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്ക്. ചേച്ചി എന്താ ചേച്ചി ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ശരിയാക്കി തരാം ഞാൻ. ഓ ആദ്യം ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് കഴുകട്ടെ. പോയി നിന്റെ തുണികളൊക്കെ എടുത്തോണ്ട് വാ. ചേച്ചി, ഞാൻ വല്യൂഞ്ഞ് സ്കൂട്ടറിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. വല്യൂഞ്ഞ് സ്കൂട്ടറിൽ പോയപ്പോ പൃഥ്വിരാജ് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ പൃഥ്വിരാജ് 8000 രൂപയുടെ സ്കൂട്ടറിലല്ലേ പോകുന്നത്? എടാ ചെക്ക, പൃഥ്വിരാജ് പോകുന്നത് ഏതോ ലാംബ്രഡോർ ഒന്നും അല്ല, ലംബോർഗിനി. ലംബോർഗിനിയില. അതല്ലേ ചേച്ചി, നമ്മൾ വാങ്ങിച്ചു കൊടുത്ത സ്കൂട്ടറില് വല്യൂഞ്ഞ് പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. അതും ശരിയാ നീങ്കുട്ടാ. എന്നാലും ഇതുപോലുള്ള സ്കൂട്ടറിൽ പോകേണ്ട ആളാണോ വലിയ കുഞ്ഞ്? ചേച്ചി, ഈ സ്കൂട്ടറിന് എന്താ കുഴപ്പമുള്ളേ? ആ നല്ല കണ്ടീഷനിലല്ലേ? ഈ വണ്ടി തന്ന ഓണർ അങ്കിള് പറഞ്ഞു കേട്ടില്ലേ, അത് കൊടുക്കാനേ മനസ്സില്ലായിരുന്നു എന്ന്. നമ്മുടെ ഭാഗ്യ ചേച്ചി ആ വണ്ടി കിട്ടിയത്. വല്യൂഞ്ഞ് അതീ ചെന്ന് ഇറങ്ങുമ്പോ ഒരു ഗമ തന്നെ ആയിരിക്കും. ആണോ? പിന്നല്ലാതെ. ശരിക്കും സത്യ ചേച്ചി, അയാള് പറഞ്ഞ കേട്ടില്ലേ, ആദ്യം എടുത്ത വണ്ടി ഇതായിരുന്നു, പിന്നെ ബെൻസ് വരെ ആയെന്ന്. ഓ, അത് വെറും തള്ളായിരുന്നു എനിക്ക് തോന്നുന്നത്. അയാളുടെ രൂപവും ഡയലോഗും ആയിട്ട് ഒരു ചേർച്ച ഉണ്ടായിരുന്നില്ല. എന്തായാലും ശരി, അതുപോലെ നമുക്കും ആവാൻ ചേച്ചി. ചേച്ചി നോക്കിക്കോ, ചേച്ചി വല്യൂവിനോടൊപ്പം ബെൻസിൽ കയറി പോകുന്നൊക്കെ എനിക്ക് കാണണം. എനിക്ക് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല നീങ്കുട്ട. എന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം വല്യുഞ്ഞിങ്ങനെ കഷ്ടപ്പെടുന്നത്. അത് മാറണം, അത്രേ ഉള്ളൂ. ഇനി ചേച്ചിയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നീയാ. നീ ഇങ്ങനെ വായി നോക്കി നടന്നാലേ എന്റെ സ്വപ്നങ്ങളൊക്കെ വെറുതെ ആവുള്ളൂ. ചേച്ചി, ഞാൻ കളക്ടർ ആവൂന്ന് പറഞ്ഞ കളക്ടർ ആയിരിക്കും. ഓ, ഈ പറയുന്നതേ ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണിയുടെ അനിയനല്ല, പിന്നെ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ അളിയനാ. ഓഹോ, പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാ ഞങ്ങൾ തൃച്ചംബരത്തുകാര്. എങ്ങനെ? അയ്യോ അടിക്കല്ലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോയി തുണി എടുത്തോണ്ട് വന്നേ. വരുന്നേ. എന്താടി, എന്ത് തിന്നാന്ന് ആലോചിക്കുകയായിരിക്കും. ആന്റി, തേൻ എപ്പോഴും ഇങ്ങനെ കൊച്ചാക്കരുത് കേട്ടോ. ഞാൻ ആലോചിക്കുന്നതേ ആനന്ദേട്ടന്റെ അജ്ഞാതവാസത്തെ കുറിച്ചാ. അതെ ആന്റി, ആനന്ദേട്ടൻ സഹദേവൻ അങ്കിളിനോടൊപ്പം മുംബൈയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരി തന്നെയാണോ? അതോ നമ്മളറിയാതെ അഖിലാന്റി ആനന്ദേട്ടനെ ബന്ദിയാക്കി ഈ തൃച്ചംബരത്തെ ഏതെങ്കിലും ഒരു മുറിയിലിട്ട് പൂട്ടിയതാണോ? ചിലപ്പോ ആന്റിക്ക് പോലും അറിയാത്ത പല കലവറകളും കാണും ഈ തൃച്ചംബരത്ത്, പത്മനാഭന്റെ കലവറകൾ പോലെ. ഈ കൊറോണ കാലത്ത് വിമാനങ്ങളൊക്കെ റദ്ദാക്കിയിരിക്കുമ്പോ ഈ സഹദേവനങ്ങൾ ഇവിടെ എങ്ങനെ വന്നു ആന്റി? കപ്പലിൽ വന്നോ അതോ പുഷ്പക വിമാനത്തിൽ വന്നോ? അയ്യോ എടി, എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ മൊത്തത്തിൽ തള്ളിക്കളയാനും വയ്യ. അയ്യോ, തള്ളിക്കളയരുത്, ഒരിക്കലും തള്ളിക്കളയരുത്. എന്റെ സംശയങ്ങളൊന്നും തീർന്നിട്ടില്ല ആന്റി. ആന്റി പോലും അറിയാതെ അർദ്ധരാത്രിക്ക് സഹദേവനങ്ങള് തൃച്ചംബരത്തേക്ക് വരാനും അഖിലാന്റിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്താനും. ഇത് സിനിമയൊന്നും അല്ലല്ലോ ആന്റി, ജീവിതമല്ലേ, പച്ചയായ ജീവിതം. നീ ഉദ്ദേശിക്കുന്നത്? ദേ,
ആന്റി അങ്ങനെയൊന്നും പറയരുത്. ഇത് വെറും ഉദ്ദേശമല്ല, ശക്തമായ സംശയ. ആന്റി, ആനന്ദേട്ടനെ കാണാതായ ആ ദിവസം തന്നെ ആ ഒളപ്പമണ്ണ എങ്ങനെ ഔട്ട് ഹൗസിൽ വന്നു?